ട്രംപ് വൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗം പൊളിച്ചു. പൊളിക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രൊക്ലെയിനൊക്കെ കൊണ്ടുവന്ന് തല്ലി തകർത്ത് ഈസ്റ്റ് വിങ്, ചരിത്ര പ്രാധാന്യമുള്ള ഈസ്റ്റ് വിങ് പൊളിച്ചിട്ട് അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാനായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിന് $400 മില്യൺ ഇതിന് ചിലവ് വരുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇത് സർക്കാരിൻ്റെ പൈസയല്ല, ഞാൻ കുറച്ച് പൈസ ഇട്ടു, പിന്നെ കുറേ ഈ സ്നേഹിതർക്കൊക്കെ എന്തെങ്കിലും കിട്ടാണ്ട് അവർ കൊണ്ടുവന്ന് വൈറ്റ് ഹൗസിൽ ഡാൻസ് കളിക്കാനുള്ള ബോൾ റൂം എന്നാണ് പറയണേ, ബോൾ റൂം പണിതേക്കാണ്. അപ്പോൾ ട്രംപ് തന്നെ ഇത് രഹസ്യമായ കാര്യമാണ്. പക്ഷേ ട്രംപ് ഇങ്ങനെയുള്ള ചില ട്രംപിൻ്റെ സവിശേഷത പറഞ്ഞത് വിളിച്ച് വെട്ടിത്തുറന്ന് പറയും. ട്രംപ് ആവേശം വരുമ്പോൾ വെട്ടിത്തുറന്ന് പറയും. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഇത് ബുള്ളറ്റ് പ്രൂഫാണ്, മുകളിലെ റൂഫ് ഡ്രോൺ ഇടിച്ചിറങ്ങില്ല, അതുപോലെ ഇനി സാധനം ഉണ്ടാക്കിയാണ്. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഉള്ള സംവിധാനങ്ങളെക്കുറിച്ച് രഹസ്യങ്ങൾ പറയുന്നത് ഇദ്ദേഹം പറയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ താഴെയാണ് ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നൊക്കെ ട്രംപ് ഇന്നലെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞത് പണിയുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ട്രംപിനോട് ഇന്നലെ കോടതി അതിന് ഒരു ഒബ്സ്റ്റക്കിൾ, അത് തടസ്സം ഉണ്ടാക്കിയെന്നല്ലാതെ അത് ട്രംപ് എന്തെങ്കിലും വഴി കണ്ട് പണി തുടങ്ങി. ഇനിയിപ്പോൾ കോടതി ഇടപെട്ടിട്ട് എന്താ കാര്യം, സാധനം കഴിഞ്ഞു, പൊളിച്ചിട്ടു, മറ്റേ മണ്ണ് മാന്തിയില്ലേ സാധനം കൊണ്ടുവന്ന് പൊളിക്കണ പടങ്ങളൊക്കെ വലിയതായിട്ട്. അപ്പം ട്രംപ് ഒരു പ്ലാനുമായിട്ട് വന്നൊക്കെ കണ്ടത് ഇതുപോലെയാണ് പണിയണേ, ഇതിൽ വെടിയുണ്ട കയറില്ല, ബുള്ളറ്റ് പ്രൂഫാണ്, മുകളിൽ ഡ്രോൺ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഇന്നലെ തള്ളി മറക്കേണ്ടായിരുന്നു. ഒപ്പം തന്നെ താഴെയുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ട്രംപ് പറഞ്ഞു. പക്ഷേ കരോലിൻ ലെവിറ്റ്, ട്രംപിൻ്റെ മാധ്യമ വക്താവിനോട് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ പത്രപ്രവർത്തകർ, അവർക്കൊന്നും പറയാൻ പാടില്ല, അവർ ഉദ്യോഗസ്ഥയാണ്, ട്രംപിൻ്റെ ഈ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, ഇത് രഹസ്യമാണ്, അത് ട്രംപ് പ്ലാൻ അടക്കം കൊണ്ടുവന്നിട്ടാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിട്ട് ഇതൊക്കെയാണ് ഈ ശത്രുക്കൾക്ക് ഇത് ഐഡിയ കിട്ടുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും ഇന്നലെ ട്രംപ് ഇതിൻ്റെ മുമ്പിൽ വിളമ്പിയത്. പക്ഷേ കോടതി അതിനെന്തോ തടസ്സങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പണി തകർത്തായിട്ട് നടക്കുന്നുണ്ട്. കാശ് ഒരു പക്ഷേ ഡോണർമാരുണ്ടെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടായിരിക്കാം. കാരണം പ്രസിഡന്റ് എന്ന് പറഞ്ഞ പരമാധികാരിയാണ്, ഒരു ഇതല്ലെങ്കിൽ ജനാധിപത്യമാണ്. പക്ഷേ ട്രംപ് പലപ്പോഴും ആ ജനാധിപത്യത്തിൻ്റെ ഇത് മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജകീയ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം. ഇപ്പോൾ 82 വയസ്സായ ട്രംപിന് വൈറ്റ് ഹൗസിൽ ഡാൻസ് കളിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ആവശ്യം. അദ്ദേഹം അത് പൊളിച്ചു പണിത്. ഇനിയിപ്പോൾ ചോദ്യങ്ങളൊക്കെ പിന്നെ പണ്ട് കെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം ഇങ്ങോട്ട് നടക്കട്ടെ, നിയമം പിന്നെ അതിൻ്റെ പിന്നാലെ പറ്റുമെന്ന് പറഞ്ഞ പോലെ, കെ കരുണാകരൻ പറഞ്ഞ പോലെ സാധനം പൊളിച്ച് പണി നടക്കട്ടെ, ബാക്കി കാര്യം പിന്നാലെ നമുക്ക് പിന്നെ നോക്കാം. പൊളിച്ചു. 82 വയസ്സിൽ ട്രംപിന് ഡാൻസ് കളിക്കണം. ആളുടെ ഡാൻസ് കണ്ടിട്ടില്ലേ, ഇതുപോലത്തെയുള്ള ഡാൻസ് കളിക്കാനാണ് ട്രംപിൻ്റെ ഐഡിയ. പിന്നെ ഇന്ന് രണ്ടാമത് ട്രംപ് നേരിട്ട് കോടതി പോകുന്ന പറഞ്ഞേക്കണം, പോയെന്ന് അറിയില്ല. ഇപ്പോൾ ഏകദേശം ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അംബാനി കുടുംബത്തിൻ്റെ ഇഷയ്ക്കും ആകാശിനും ഇരട്ട കുട്ടികളായിരുന്നു. 91 ഇവിടെ ജനിക്കുമ്പോൾ അവർ US സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള കാരണം അമേരിക്കയിൽ ജനിച്ചതുകൊണ്ടാണ്. അന്ന് മുകേഷ് അംബാനിയും നീത അംബാനിയും അമേരിക്കൻ സിറ്റിസൺസ് അല്ല, അവർ പ്രഗ്നൻസി ടൂറിസം, ബർത്ത് ടൂറിസം എന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് അവർക്ക് ജന്മം കൊടുത്ത് ഈ മണ്ണിൽ ജനിച്ച ഇവിടുത്തെ പൗരൻ എന്നൊരു ഇതുപയോഗിച്ചാണ് 91 ഇവർ രണ്ടാളും ഇതായത്. അത് പിന്നെ ഇഷയുടെ മക്കളും ഇപ്പോൾ ഇവിടുത്തെ പൗരന്മാരായത്. അപ്പോൾ അതായത് ട്രംപ് പറയുന്നത് ഇവർ നിയമപരമായിട്ട് ഇപ്പോൾ H1B വിസക്കാർ ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ, കാരണം അവരൊക്കെ H1B വിസക്കാരനെ, ഇവിടുത്തെ ഗ്രീൻ കാർഡ് പോലും അവർക്കില്ല. ആ H1B വിസക്കാരുടെ മക്കളൊക്കെ ഇവിടുത്തെ പൗരന്മാരായി ഇവിടെ ജനിച്ചവർ, അവർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ജോലി, സിലിക്കൺ വാലിയിലൊക്കെ ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5 ലക്ഷം ആൾക്കാർ അങ്ങാണ്ടാണ് ഇപ്പോൾ ട്രംപ് എടുത്തുകൾ ഓരോ വർഷം അങ്ങോട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് സിറ്റിസൺഷിപ്പ് പറ്റിയാണ് ഇത് വരുന്നത്. അപ്പം ട്രംപ് പറയുന്നത് അവർ ഇല്ലീഗലാണെങ്കിൽ, മുമ്പ് പറഞ്ഞിരുന്നത് ഇപ്പോൾ H1B വിസക്കാരുടെ ഇവിടെ ജനിച്ച കുട്ടികൾക്ക് പോലും കടലാസില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നാൽ, പക്ഷേ അവർ നിയമപരമായിട്ടാണ് H1B വിസക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ നിയമപരമായിട്ടുള്ളതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടും. പക്ഷേ ഈ അതിർത്തി കടന്നു വരുന്ന ഇല്ലീഗൽസ് ട്രംപ് അവിടേക്ക് തരം താഴ്ന്നിട്ടുണ്ട്. അതായത് ഇല്ലീഗലിൻ്റെ കുട്ടികൾക്ക് കൊടുക്കരുതെന്നുള്ള രീതിയിൽ. മുമ്പ് പറഞ്ഞത് H1B വിസ, അതായത് നിയമപരം ഇവിടുത്തെ അല്ലാത്തവർക്ക് ഇവിടുത്തെ അങ്ങനെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് കൊടുക്കരുത്. അദ്ദേഹം ഈ തവണ ജനുവരി 20 അധികാരത്തിലേറി ഏറ്റവും ആദ്യം പാസ്സാക്കിയ എക്സിക്യൂട്ടീവ് ഓർഡർ, ട്രംപ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡർ, അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് അദ്ദേഹം നേരിട്ട് കോടതി പോകുന്ന പറഞ്ഞേക്കണേന്ന്. ഈ ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിന് ട്രംപ് നേരിട്ട് കോടതി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിധി വരുന്നത് വൈകുന്നേരത്തോടു കൂടി അറിയാം ഇവിടുത്തെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്
നിയമപരമാണോ അതെടുത്ത് കളയുമോ എന്നുള്ളത്. ഇപ്പോൾ ട്രംപ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ അധികാരപരിധി ഉപയോഗിച്ച് അതിനെ ഇതാക്കി എടുത്ത് കളഞ്ഞു. പക്ഷെ അത് നിയമസാധുത ഉണ്ടോ എന്നുള്ളത് ഇന്ന് എങ്ങാനും ജഡ്ജി പറഞ്ഞാൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. കാരണം ഒട്ടനവധി ജനങ്ങൾ, ഇവിടെ ജനിച്ച കുട്ടികൾക്ക്, ഈ ജഡ്ജിൻ്റെ ഒറ്റ ഇതിൽ നിലപാടിൽ കുറേ വ്യക്തികൾക്ക് ഇവിടുത്തെ പൗരത്വം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇന്നുണ്ടാകാൻ പോകുന്നത്. അതിലേക്കാണ് ഇന്ന് അമേരിക്കയും ലോകം ഉറ്റുനോക്കുന്നത്. ഒട്ടനവധി ജനങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക്. ട്രംപ് അത് നടപ്പാക്കുകയും ചെയ്യും. കാരണം ട്രംപിന് വെള്ളക്കാർ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതി ട്രംപിനുണ്ട്. വെള്ളക്കാർ മാത്രം അമേരിക്കയിൽ മതി എന്നുള്ള. പക്ഷേ ആ ചിന്താഗതി ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ളവരെ യൂറോപ്പുകാരായിട്ട് അടിയായി. യൂറോപ്പിലാണ് ഇനി വെള്ളക്കാരുള്ളത്. അവിടെ നിന്ന് ഇവിടെ ആര് വരാനും എന്തുകൊണ്ടും. അപ്പോൾ അതൊക്കെയാണ് നോക്കി കാണുന്നത്. അപ്പം എന്തായിരിക്കും ഇന്ന് ജഡ്ജിയുടെ വിധി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നോക്കി കാണാം.